ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2022/2022 നടന്നിട്ടുള്ള എക്സാമിന്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം, ദ ഫോം ഓഫ് അദ്വൈത പ്രീച്ച്ഡ് ബൈ വാഗ്ഭടാനന്ദ ഈസ് നോൺ ആസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാഗ്ഭടാനന്ദൻ പ്രസംഗിച്ച അദ്വൈത എന്ന് പറയുന്നത് ഇത് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് വാഗ്ഭടാനന്ദ സ്റ്റാർട്ട് ചെയ്തതാണ് ആത്മവിദ്യാ സംഘം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാക്ട് ക്വസ്റ്റ്യൻ അറിഞ്ഞില്ലെങ്കിലും വാഗ്ഭടാനന്ദൻ സ്റ്റാർട്ട് ചെയ്ത ആത്മവിദ്യാ സംഘം അറിയാമെങ്കിൽ നമുക്ക് അവിടെ ഡൗട്ട് ഒന്നും ഇല്ലാതെ ആ ഒരു ഓപ്ഷനിലേക്ക് തന്നെ പോകാൻ പറ്റും. ആത്മവിദ്യയാണ് ഇതിന്റെ അർത്ഥം. അതായത് ദ ഫോം ഓഫ് അദ്വൈത പ്രീച്ച്ഡ് ബൈ വാഗ്ഭടാനന്ദ പ്രസംഗിച്ച അദ്വൈത എന്ന ഫോം അത് എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്നാണ്. അത് ആത്മവിദ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ആരംഭിച്ചത് 1917 ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ട് അറിയപ്പെടുന്നത് ആത്മവിദ്യ എന്ന പുസ്തകമാണ്. ആത്മവിദ്യ എന്നത് ഒരു പുസ്തകമാണ്. വാഗ്ഭടാനന്ദനാണ് അത് രചിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ഫോം ഓഫ് അദ്വൈതയാണ്. ഇത് നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദ. ഈ ചോദ്യം വന്നിരിക്കുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന പാർട്ടിൽ നിന്നാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അൽ ഇസ്ലാം ദ ജേർണൽ പബ്ലിഷ്ഡ് ബൈ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏത് ലാംഗ്വേജിലാണ് അൽ ഇസ്ലാം എന്ന ജേർണല് വക്കം അബ്ദുൽ ഖാദർ മൗലവി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നാണ്, പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളം ഭാഷകളിൽ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് എന്തെന്നറിയപ്പെടുന്നത്? അൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത്. അപ്പൊ അവിടെ ആൻസർ വരുന്നത് അറബിയിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട്. അറബി മാത്രമല്ല മലയാളത്തിലുമുണ്ട്. അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജേർണലാണ്, മാസികയാണ്. അൽ ഇസ്ലാം എന്നാണ് അതിന്റെ പേര്. അൽ ഇസ്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നാണ്. അപ്പൊ ഇതും നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, നവോത്ഥാന നായകന്മാരിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കും കൂടെയാണ് നവോത്ഥാന നായകന്മാർ. നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് തരാൻ പറ്റുന്ന, GK എന്നുള്ള പഠിച്ചാൽ എളുപ്പം വാങ്ങാൻ പറ്റുന്ന ഒരു സ്കോർ മേക്കിംഗ് ആയിട്ടുള്ള പോർഷൻ ആണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അപ്പൊ അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരുടെയാന്ന് ചോദിച്ചാൽ അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. അത് അറബി മലയാളം ഭാഷയില് വക്കം അബ്ദുൽ ഖാദർ മൗലവി പുറത്തിറക്കിയാണ്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് വക്കം തന്നെയാണ്. വക്കം എന്ന പ്രദേശം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്ഥലം വക്കം തന്നെയാണ്. അതിലെ വക്കം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇദ്ദേഹം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇനി ഇദ്ദേഹത്തിന് നമുക്ക് എളുപ്പം വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് വക്കം മൗലവി. അപ്പൊ അത് ചോദിച്ചിട്ടുള്ളതാണ്. വക്കം മൗലവി എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ തന്നെയാണ്. ഇനി ഇദ്ദേഹം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം. ഈ മുസ്ലിം സമാജം പ്രധാനമായിട്ട് പ്രവർത്തിച്ചിരുന്നത് ചിറയൻകീഴ് എന്ന സ്ഥലം ആസ്പദമാക്കിയായിരുന്നു. അതായത് മുസ്ലിം സമാജം, നമ്മള് ബാക്കിയൊക്കെ സമാജങ്ങൾ, സമത്വ സമാജങ്ങളും ആര്യ സമാജം, ബ്രഹ്മ സമാജം ഒക്കെ പഠിക്കും. ഇവിടെ പഠിക്കേണ്ടത് മുസ്ലിം സമാജം തുടങ്ങിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അൽ ഇസ്ലാം പത്രത്തെ പറ്റിയായിരുന്നു ആദ്യം തുടങ്ങിയത്. അപ്പൊ അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് കണക്റ്റിംഗ് ഫാക്ട്സും കൂടെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ ഫൗണ്ടർ സെക്രട്ടറി ഓഫ് തിരുവിതാംകൂർ ചേരമാർ മഹാജന സഭ. അതായത് ഫൗണ്ടർ സെക്രട്ടറി ആരാണ്? തിരുവിതാംകൂർ ചേരമർ മഹാജന സഭയുടെ ഫൗണ്ടർ സെക്രട്ടറി ആരാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് പാമ്പാടി ജോൺ ജോസഫ് ആണ് ശരിയായ ഉത്തരം. പാമ്പാടി ജോൺ ജോസഫ് ആരംഭിച്ചിട്ടുള്ള, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള സംഘടനയാണ് തിരുവിതാംകൂർ ചേരമർ മഹാജന സഭ. ഇതും നവോത്ഥാനത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു ചോദ്യ പേപ്പറിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഇമ്പോർട്ടൻസ്. ഇദ്ദേഹത്തിന്റെ സ്ഥലം പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പാമ്പാടി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇദ്ദേഹം ശരിക്ക് പ്രവർത്തിച്ചത് ദളിത് വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. തിരുവിതാംകൂർ ചേരമർ മഹാജന സഭയുടെ സെക്രട്ടറിയും കൂടിയായിരുന്നു. ഫൗണ്ടർ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. ഇത് എപ്പോഴാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ 1921 ജനുവരി 14 പാമ്പാടി ജോൺ ജോസഫ് സെക്രട്ടറി ആയിക്കൊണ്ട് ഇതിന്റെ ഫൗണ്ടർ, അതായത് തിരുവിതാംകൂർ
ചേരമർ മഹാജന സഭ തുടങ്ങുന്നത്. ഇനി ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് ചോദിക്കുവാണ്. അടുത്ത ചോദ്യം നമുക്ക് അത് പ്രതീക്ഷിക്കാം. ഫൗണ്ടർ പ്രസിഡന്റ് ചോദിച്ചാൽ പാറടി എബ്രഹാം ഐസക് ആണ് ഈ ചേരമർ മഹാജന സഭയുടെ പ്രസിഡന്റ്. സ്ഥാപക പ്രസിഡന്റ്, ഫൗണ്ടർ പ്രസിഡന്റ് ചോദിച്ചാൽ പാറടി എബ്രഹാം ഐസക് തിരുവിതാംകൂർ ചേരമർ മഹാജന സഭയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ആണ്. ഇനി ഇതിന്റെ ഒരു മുദ്രാവാക്യമുണ്ട്. തിരുവിതാംകൂർ ചേരമർ മഹാജന സഭയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. ഗോത്രപരമായിട്ട് സംഘടിക്കൂ, മതപരമായി അല്ല എന്നത് തിരുവിതാംകൂർ ചേരമർ മഹാജന സഭയുടെ പാമ്പാടി ജോൺ ജോസഫിന്റെ നേതൃത്വത്തിൽ, പാറടി എബ്രഹാം ഐസക്കിന്റെ നേതൃത്വത്തിൽ പാമ്പാടി കോട്ട എന്ന പ്രദേശത്ത് ആരംഭിച്ചിട്ടുള്ള തിരുവിതാംകൂർ ചേരമർ മഹാജന സഭയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. ഇനി സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചിരിക്കുന്നത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചിരിക്കുന്നത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ പോയം ജാതി കുമ്മി വാസ് റിട്ടൺ ബൈ. ജാതി കുമ്മി എന്ന കവിത എഴുതിയത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ജാതി കുമ്മി എന്ന കവിത എഴുതിയിരിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഈ ചോദ്യവും വന്നിരിക്കുന്നത് നമുക്ക് നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ്, നവോത്ഥാന നായകരിൽ നിന്ന് വന്ന ചോദ്യം തന്നെയാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. ഇദ്ദേഹം അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ്. ഇദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഘടനയാണ് കൊച്ചി പുലയ മഹാസഭ, കല്യാണദായിനി സഭ, സന്മാർഗ പ്രദീപ സഭ, ജ്ഞാനോദയം സഭ, അരയ വംശോധാരിണി സഭ, ബാലസമുദായി പരിഷ്കരണി സഭ, കൊച്ചി പുലയ മഹാസഭ, ബാലസേവാ സമിതി, പ്രബോധ ചന്ദ്രോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ. ഇത്രയും സഭകൾ കൊണ്ടുവന്നിരിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ നേതൃത്വത്തിലാണ്. നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ അരയ വംശോധാരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. എന്നാൽ അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. രണ്ടും രണ്ടാൾക്കാരാണ്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. അവിടെ നമുക്ക് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സാഹിത്യ രചനകളോട് പഠിക്കാം. ഇവിടെ ജാതിക്കുമ്മിയാണ് ചോദ്യം വന്നിരിക്കുന്നത്. പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ജാതിക്കുമ്മി, ആചാരഭൂഷണം, മഹാസമാധി, ശ്രീബുദ്ധൻ, കൈരളി കൗതുകം, ധീവര തരുണിയുടെ വിലാപം, അരയ പ്രശസ്തി, ഉദ്യാന വിരുന്ന്, കാവ്യപേടകം, കാളിയ മർദ്ദനം, രാജരാജ പർവം, ചിത്രലേഖ, ജൂബിലി ഗാനങ്ങൾ, സുഗത സൂക്തം, മംഗളമാല, സംഗീത നൈഷധം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, സൗദാമിനി, പാവങ്ങളുടെ പാട്ട്, ലളിതോപഹാരം, കാട്ടിലെ ജ്യേഷ്ഠൻ, ദീനസ്വരം, ധർമ്മകാഹളം, ബാലോദ്യാനം എന്നിവ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ാണ്. അതോടൊപ്പം ഇദ്ദേഹം കുറച്ച് നാടകങ്ങളും കൂടെ രചിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ നാടകം ലങ്കാമർദ്ദനം, ബാലകലേശം, പഞ്ചവടി മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്. പഞ്ചവടി എന്ന നാടകം പണ്ഡിറ്റ് കെ പി കറുപ്പന്റേതാണ്. ഭാഷാ ഭൈമി പരിണയം, ധ്രുവചരിതം, എഡ്വേർഡ് വിജയം എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ്. അപ്പൊ പണ്ഡിറ്റ് കെ പി കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജാതി കുമ്മി എന്ന പോയം എഴുതിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അടുത്ത ചോദ്യം, ദ ലീഡർ ഓഫ് ബ്രഹ്മ സമാജ് ഇൻ കാലിക്കട്ട് വാസ്. അതായത് ബ്രഹ്മ സമാജത്തിന്റെ നേതാവ് ആരായിരുന്നു? അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മ സമാജത്തിന്റെ അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്നത്. അയ്യത്താൻ ഗോപാലൻ നേതൃത്വം കൊടുത്തിരുന്നത് ബ്രഹ്മ സമാജത്തിനാണ്. പ്രധാനമായും പ്രവർത്തിച്ചിരുന്ന സ്ഥലം കോഴിക്കോടാണ്. അപ്പൊ നമുക്ക് ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനമായും പഠിക്കേണ്ട ഒരു ഓർഗനൈസേഷൻ ആണ് ബ്രഹ്മ സമാജം. നമ്മൾ എല്ലാ ചോദ്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ബ്രഹ്മ സമാജം ശരിക്കും സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഈ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ് ബ്രഹ്മ സമാജം. 1828 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മ സമാജം രൂപീകരിക്കുന്നത്. ഈ ബ്രഹ്മ സമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസഭ എന്ന പേരിലായിരുന്നു.
ഈ ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം കൊടുത്തിരുന്നത് അല്ലെങ്കിൽ സ്ഥാപകൻ എന്നൊക്കെ ചോദിച്ചാൽ രാജാറാം മോഹൻ റോയിയാണ് എഴുതേണ്ടത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നമ്മളിപ്പോ ഓപ്ഷനിൽ ചോദിച്ചിട്ടുള്ള അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയിരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നമ്പർ 6. The social reformer who made a drastic call to burn temple as the easiest way to wipe out the superstitions. ഇത് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് വി ടി ഭട്ടതിരിപ്പാടിനെ പറ്റിയാണ്. വി ടി ഭട്ടതിരിപ്പാടിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. ഇദ്ദേഹം ശരിക്ക് നമ്പൂതിരി സമുദായത്തിൽ അംഗമായിരുന്നതാണ്. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന നവോത്ഥാന നായകനാണ് നമ്പൂതിരി വി ടി ഭട്ടതിരിപ്പാട്. അപ്പൊ നമുക്ക് നമ്പൂതിരി സമുദായത്തിലുള്ള അംഗമായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാട് രൂപീകരിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. ചോദിച്ചിട്ടുള്ളതാണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള നമ്മുടെ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ യോഗക്ഷേമ സഭയാണ്. ഇനി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അത് ഇത് വന്നിരിക്കുന്നത്, അതായത് അദ്ദേഹത്തിന്റെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഇദ്ദേഹമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം പറയുവാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ജാഥക്കിടെയാണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന മുദ്രാവാക്യവും വിവാദ പ്രസ്താവനയും നടത്തിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. നമ്മുടെ ചോദ്യം അത് തന്നെയാണ്. അമ്പലങ്ങളെ തീ കൊളുത്താന്നുള്ള രീതിയിൽ സൂപ്പർസ്റ്റിഷ്യൻസിനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളെ തീ കൊടുത്താം എന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ, അത് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ജാഥയ്ക്കിടയിലാണ് വി ടി ഭട്ടതിരിപ്പാട് ഇത്തരത്തിൽ പറയുന്നത്. ഇത് പ്രസിദ്ധീകരിച്ചത് മംഗളോദയം എന്ന പ്രസിദ്ധീകരണത്തിലാണ്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പ്രസിദ്ധീകരിച്ചത് മംഗളോദയം പ്രസിദ്ധീകരണത്തിലാണ്. അപ്പൊ ഇതാണ് പ്രധാനമായി വി ടി ഭട്ടതിരിപ്പാടിനെ പറ്റി പറയാനുള്ള കാര്യം. ചോദ്യം നമ്പർ 7ലേക്ക് പോവാം. കല്ലുമാല അജിറ്റേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്, അതായത് കല്ലുമാല സമരം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ്, അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് അധസ്ഥിതരുടെ പടത്തലവൻ എന്നാണ് അയ്യങ്കാളി. അപ്പൊ നമുക്ക് അയ്യങ്കാളിയെ പറ്റി പറയുമ്പോൾ പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചതാണ് അദ്ദേഹം. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു എന്ന് പറഞ്ഞത് യോഗക്ഷേമ സഭയുടെ അധ്യക്ഷനായിരുന്ന വി ടി ഭട്ടതിരിപ്പാടാണ്. എന്നാൽ ഇവിടെ പറയുന്നത് അയ്യങ്കാളിയാണ്. അദ്ദേഹം പുലയ സമുദായത്തിൽ ജനിച്ച് സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ്. ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യൻകാളി. ഈ 1907 അയ്യൻകാളി സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിച്ച കല്ലുമാല അജിറ്റേഷൻ അഥവാ കല്ലുമാല സമരം ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്. അതേപോലെ പുലയ ലഹള, പുലയ ലഹള എന്നറിയപ്പെടുന്നതും ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സമരമാണ്. ഇനി നമുക്ക് കല്ലുമാല അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ കല്ലുമാല സമരത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, പെരിനാട് ലഹള. പെരിനാട് അജിറ്റേഷൻ ചോദിച്ചാലും കല്ലുമാല സമരം എന്ന് ചോദിച്ചാലും എഴുതേണ്ടത് അയ്യങ്കാളിയെ തന്നെയാണ്. ഇത് ശരിക്കും എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചാൽ പെരിനാട് എന്ന് പറയുന്നത് കൊല്ലത്തിനടുത്തുള്ള ഒരു പ്രദേശത്താണ്. ഇവിടെയാണ് കല്ലുമാല സമരം നടക്കുന്നത്. അപ്പൊ കല്ലുമാല അജിറ്റേഷൻ നടക്കുന്നത് പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് പുലയരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായിട്ട് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കണമെന്നായിരുന്നു. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ആഭരണങ്ങൾ കല്ലുകൊണ്ട് ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങളോ മറ്റ് വസ്തുക്കൾ കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കാൻ സാധിക്കില്ലായിരുന്നു. അത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഇത്തരത്തിലുള്ള വിവേചനം നേരിട്ടിരുന്നത്. അപ്പൊ ഇതിനെതിരെയാണ് അയ്യങ്കാളി കല്ലുമാല സമരം നടത്തുന്നത്. കല്ലുമാല സമരം നടത്തുന്നത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടക്കുന്നത് പെരിനാട് എന്ന പ്രദേശത്താണ്. പെരിനാട് കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് കല്ലുമാല അജിറ്റേഷനെ പറ്റി പറയാനുള്ളത്. അയ്യങ്കാളി 1907 രൂപീകരിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Who described Kerala as a paradise of fools where everyone was happy in his ignorance, in his superstition and his age-long social bondage? അതായത് നമുക്കറിയാം പാരഡൈസ് ഓഫ് ഫൂൾസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞത് വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് എന്തെന്ന് പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്.
അതേപോലെ ഗീതയിലേക്ക് മടങ്ങാം. ഗോ ബാക്ക് ടു ഗീത എന്ന പ്രസ്താവന പറഞ്ഞതും വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. വിവേകാനന്ദൻ സ്ഥാപിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹത്തിന്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ളതാണ് രാമകൃഷ്ണ മിഷൻ. അപ്പൊ ഇദ്ദേഹം കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. അത് തന്നെയാണ് നമുക്കവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ഇത് SCRT-യിലുള്ള സെയിം സെന്റൻസ് ആണ് ചോദ്യത്തിലേക്ക് പോയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ബ്രണ്ണൻ സ്കൂൾ ഇൻ തെലിച്ചേരി സ്റ്റാർട്ടഡ് ഇൻ 1862 അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ്. അതായത് ആരാണ് ബ്രണ്ണൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് തെലിശ്ശേരിയിൽ, അതായത് തലശ്ശേരിയിലെ ബ്രണ്ണൻ സ്കൂൾ ആരംഭിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? അത് 1862-ലാണ്. നമ്മൾ പഠിക്കാം ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ നേതൃത്വത്തിലാണ്. ബാസൽ മിഷൻ എന്നാണ് ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നാണ്. BEM ആണ് അതിന്റെ ഫുൾ ഫോം, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായും പോർച്ചുഗീസുകാര് മറ്റ് നമ്മുടെ നവോത്ഥാന നായകരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മറ്റ് വിദേശീയർ വന്നിട്ടാണ് പലതരത്തിലുള്ള സ്കൂളിങ്ങും മറ്റ് വിദ്യാഭ്യാസ മേഖലകൾ, ഗതാഗത മേഖലകള് അല്ലെങ്കിൽ ആശുപത്രി, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ കാലത്ത് നിലനിരുന്ന പ്രധാനപ്പെട്ട 3 മിഷനറീസ് ആണ്. ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി, തിരുവിതാംകൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS. അപ്പൊ ഇവര് ഹോസ്റ്റലുകളും ലേഡീസ് ഹോസ്റ്റലുകളും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സ്കൂളുകള്, കോളേജുകളൊക്കെ ആരംഭിക്കുന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ്. തിരുവിതാംകൂർ ഭാഗത്തുള്ളവർക്ക് നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊക്കെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. LMS ഹോസ്റ്റൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. എന്നാൽ CMS എന്ന് പറയുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്. അത് തിരുവിതാംകൂർ കൊച്ചിൻ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ഇതാണ്. അപ്പൊ അത് ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് CMSന്റെ ഫുൾ ഫോം വരുന്നത്. LMS ഉണ്ട്, CMS ഉണ്ട്, BEM ഉണ്ട്. CMS ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്. അതിന്റെ ആസ്ഥാനം തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തായിരുന്നു. അപ്പൊ ഇവരും CMS കോളേജ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ അതിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അടുത്തത് BEM ആണ്, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അവരാണ് ശരിക്കും നോർത്തേൺ മലബാർ റീജിയണില്, കേരളത്തിലെ മലബാർ പ്രദേശങ്ങളില് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ബ്രണ്ണൻ സ്കൂൾ ആണ്. ബ്രണ്ണൻ സ്കൂൾ തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ നേതൃത്വത്തിലാണ് ബ്രണ്ണൻ സ്കൂൾ തുടങ്ങിയിരിക്കുന്നത്. തലശ്ശേരിയിലാണ്. 1862-ലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ റിവൈവൽ ഓഫ് ദ ആർട്ട് ഓഫ് കഥകളി ഇൻ കേരള ഇൻ റീസെന്റ് ടൈംസ് വാസ് മെയിൻലി ഡ്യൂ ടു ദ എഫേർട്സ് ഓഫ് വള്ളത്തോൾ നാരായണ മേനോൻ. അതായത് കഥകളി വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പൊ ഇത്രയും 10 ചോദ്യങ്ങൾ GK-യിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്കാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ്സുകൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ പ്രധാനമായും ടൈപ്പിസ്റ്റ് ബാച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റിൽ പ്രാക്ടീസ്, പിന്നെ നമ്മുടെ LD ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇത്രയും പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ സെഷൻ ആണ്. ഇന്ന് 10 ചോദ്യങ്ങൾ GK ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.